മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് രാജ്മ കറിയാണ്. ഇത് നമുക്ക് കുറച്ച് വെന്ത് കിട്ടാനും അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ലപോലെ കുക്കറിലിട്ടിട്ട് വിസിലടിച്ച ശേഷമാണ് നമുക്കിത് പാകം ചെയ്യേണ്ടത്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഒരു കപ്പ് രാജ്മ എടുത്തിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണിത്. തലേ ദിവസം ഒരു 4 മണിക്ക് കുതിരാനിട്ടിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എത്ര മണിക്കൂർ വെള്ളത്തിലിടാൻ പറ്റുമോ അത്രയും മണിക്കൂർ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. കുതിർത്തെടുത്ത ശേഷം നല്ലതുപോലെ 6-7 പ്രാവശ്യം ഇത് നല്ല വെള്ളത്തിൽ വേണം കഴുകിയെടുത്തിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് മതിയാവും. നമുക്ക് അത്യാവശ്യം അത് കുതിർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വീർത്ത് വരും. അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ രാജ്മ കറി തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇത് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വിസിലടിച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നാലാണ് നമുക്കത് ചെറു തീയിലിരുന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2 സവോള, ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് കീറിയെടുത്തത്, ജാതിക്ക, ഏലക്ക, അതുപോലെ പട്ട, ഗ്രാമ്പു ഒരു 4 എണ്ണം ഇത്രയും വേണം. പിന്നെ ഒരു ബേ ലീഫും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു വലിയ തക്കാളി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കുക. 8-10 വിസിലടിച്ചിട്ടുണ്ട്. ഇതുപോലെ വെള്ളം വറ്റിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും വെള്ളം മതിയാവും. ഇനി കൂടുതൽ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്നേ ഉള്ളൂ. ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉടഞ്ഞ് കിട്ടണം, എന്നാലാണ് നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് അടച്ച് തന്നെ വയ്ക്കാം, പ്രഷറിലൊന്നും കൂടി ഇരുന്നോട്ടെ. ഇനി നമുക്കിത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കണം. കടുകിന് പകരം കടുകല്ല ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം നമുക്ക് ഒരേ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഏലക്ക ഒന്ന് ചെറുതായിട്ട് ചതച്ച് കൊടുത്താൽ മതി, മുഴുവനായിട്ട് ഇടണ്ട, എന്നാലാണ് നമുക്ക് അതിൻ്റെ മണം ശരിക്ക് കിട്ടുള്ളൂ. ബാക്കി ജാതിക്കയും ഗ്രാമ്പും ബേ ലീഫും എല്ലാം അതിലേക്ക് ഒരേ സമയം ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്ന ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചിയും ഒരേ ടൈമിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ഇതേ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാം നമ്മൾ ഒരേ സമയത്ത് തന്നെ വഴറ്റിയെടുക്കണം. ഉള്ളി ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലിയ സവോള ആണെങ്കിൽ 1 എണ്ണം മതിയാവും. നമ്മൾ എടുക്കുന്ന രാജ്മയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ സവോളയുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. ഒരു ചെറിയൊരു തോതിലൊരു ഉപ്പ് ഇതിലേക്ക് വേണ്ടത് ഇട്ട് കൊടുക്കാം. നമ്മൾ രാജ്മ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഇത് കളറൊന്ന് ചേഞ്ചായി വരണം. കുറച്ച് ബ്രൗൺ കളറാവണ വരെ തന്നെ വഴറ്റി കൊടുക്കണം. ഏകദേശം ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. ഇത്ര മതി. ഇതുപോലെ ബ്രൗൺ കളറായി വരണം. പച്ചമുളകൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി വരണം. ഇനി വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് അധികമായിട്ട് തന്നെ ചേർക്കണം. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ തീയൊന്ന് കുറച്ച് വയ്ക്കാതെ കരിഞ്ഞു പോകരുത്. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തതുകൊണ്ട് മുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നീട് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളൊരു 1/4 ടീസ്പൂണ്
കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ സമയത്തൊക്കെ നമുക്ക് തീ കുറച്ച് വെക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമണം നന്നായി മാറിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അതും ഇതിൻ്റെ കൂടെ നന്നായി ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കണം. കുറച്ച് നേരം നമ്മൾ ഈ തക്കാളി ഒഴിച്ച് കൊടുത്ത ശേഷം ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പച്ച തക്കാളി അരച്ച് ചേർത്തുകൊണ്ട് കുറച്ച് പച്ചച്ചൊവ ഉണ്ടാവും. അത് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. അടച്ച് വെച്ചാൽ നമുക്ക് ആ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. പച്ചമണമൊക്കെ മാറി നന്നായി വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു കൊടുത്തത്. ഇത്രയും മതി. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാവുക. അതാണ് നമുക്ക് ടേസ്റ്റും കിട്ടുക. കൂടുതൽ വെള്ളം ഇതിലേക്ക് ചേരില്ല. അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം വേണമെങ്കിൽ ഇനി ഇത് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുക്കറിലേക്ക് ഒഴിച്ച് വീണ്ടും ഒരു 6-7 വിസിലടിച്ച് കൊടുക്കാം. രാജ്മ നന്നായി വെന്താലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതൊരു യോജിപ്പില്ലാതെ കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റും കുറയും. അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. ഞാനിപ്പോൾ വെന്തതുകൊണ്ട് കുറച്ച് നേരം ഇത് അടച്ച് വെച്ചിട്ടാണ് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇത്രയും മതി. നമുക്കിതിപ്പോൾ നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും കസൂരി മേത്തിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. രണ്ടും ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണത്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വലിയ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് ഈ കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നമുക്കറിയാം ഇനി ചേർക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂണാണ് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തത്. ഇത്രയും മതിയാവും. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് തുറന്ന് നോക്കി നന്നായി ഇളക്കിയിട്ട് നമുക്കതിന് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റായിട്ടുള്ള രാജ്മ കറി തയ്യാറായി. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.